നമസ്കാരം. SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പലരും പറയാറുള്ളത്. SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് ചിലർ, തീവ്രവാദ സംഘടനയാണ് എന്ന് മറ്റു ചിലർ. SDPI നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, കൈവെട്ടുന്നു, കാലുവെട്ടുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു. SDPIയെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഇതുപോലെ നിരവധിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും SDPIക്കെതിരെ കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുഭൂരിപക്ഷം വരുന്ന സംഘടനകളും അവയുടെ നേതാക്കളും തീവ്രവാദികൾ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോഴും കേന്ദ്ര സർക്കാരും സർക്കാരിന് നേതൃത്വം നൽകുന്ന BJPയും സംഘ് പരിവാറും നിരോധിക്കപ്പെടേണ്ട പട്ടികയിൽ ഉൾപ്പെടുത്തി SDPIയെ ഇല്ലാതാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുമ്പോഴും SDPI കേരളത്തിലടക്കം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കൂടുതൽ കരുത്ത് നേടുകയാണ്. ഈ സത്യം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഒരു പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയിലെ മറ്റേതൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടും കിടപിടിക്കുന്ന നിലയിൽ SDPI വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അംഗങ്ങളുടെ എണ്ണത്തിൽ മറ്റു ദേശീയ പാർട്ടികളോടൊപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും സംഘടനാ സംവിധാനത്തിന്റെ കാര്യത്തിൽ SDPI ഇവർക്കൊക്കെ മേലെയാണെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് SDPIക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വളർച്ച കൈവരിക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് SDPI ഒരു വലിയ സമൂഹത്തിന് പ്രതീക്ഷയായി മാറിയത്? നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനമായും SDPIയുടെ കറയില്ലാത്ത സംഘ് പരിവാർ വിരോധം തന്നെയാണ്. കേന്ദ്ര ഭരണവും ആ ഭരണത്തിന്റെ അഹങ്കാരവും കൊണ്ട് ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും മുൾമുനയിൽ നിർത്തിയ സംഘ് പരിവാരത്തിന്റെ തീട്ടൂരത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ചങ്കൂറ്റമാണ് SDPIയുടെ വളർച്ചയുടെ കൈമുതൽ എന്ന് സംശയലേശമന്യേ പറയാം. എടുത്തു പറയാവുന്ന മറ്റൊന്ന് SDPIയുടെ കേഡർ സംവിധാനമാണ്. ഏത് പ്രതിസന്ധിയിലും പാർട്ടിയുടെ കൊടിക്കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രവർത്തകർ. സംസ്ഥാനം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന ആലപ്പുഴയിലെ തുടർച്ചയായ 2 കൊലപാതകങ്ങളിൽ ഒന്നിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴും 4 ഭാഗത്തു നിന്നും SDPIക്കെതിരെ അതിക്രൂരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും സംസ്ഥാനം മുഴുവൻ പ്രതിരോധത്തിന്റെ കോട്ടകെട്ടി വിമർശനങ്ങളെ നേരിട്ടു SDPI. കൊലയ്ക്ക് മറുകൊല എന്ന തത്വശാസ്ത്രം കേരളത്തിനോ ആ പാർട്ടിക്കോ സമൂഹത്തിനോ ഭൂഷണമല്ലെങ്കിലും സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളവർ എന്ന ഇമേജ് പൊതുസമൂഹത്തിൽ ചിലരെങ്കിലും SDPIക്ക് നൽകി. പ്രവർത്തകർക്കെതിരെ 3ാം മുറ പ്രയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി, ജില്ലാ നേതാക്കളെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി രാഷ്ട്രീയ പ്രതിരോധം. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷാന്റെ വീട്ടിലെത്തിയ സംസ്ഥാന നേതാക്കളുടെ ആശ്വാസവാക്കുകൾ നഷ്ടത്തിന് പകരമാകില്ലെങ്കിലും ആ കുടുംബത്തിന് താങ്ങായി പാർട്ടിയുണ്ടാവുമെന്ന സന്ദേശം നൽകി. രക്തസാക്ഷികളുടെ കുടുംബങ്ങളുടെ സംരക്ഷണം ജീവൻ കൊടുത്തും നിലനിർത്തുന്ന CPMന്റെ മറ്റൊരു വേഷൻ. പാർട്ടിയുടെ ഇത്തരം നിലപാടും സന്ദേശവും ആ കുടുംബത്തിന് മാത്രമല്ല പാർട്ടി അണികൾക്കും നേതാക്കൾക്കും മുഴുവൻ പ്രചോദനം നൽകാൻ ലക്ഷ്യം വെച്ചുള്ളത് തന്നെയായിരുന്നു. പോലീസും സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംഘ് പരിവാരവും ഒന്നിച്ച് ചുറ്റും നിന്ന് എതിർക്കുമ്പോഴാണ് SDPIയുടെ ഭയരഹിതമായ ഈ പ്രവർത്തനങ്ങൾ എന്നത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. SDPIക്ക് പകരം മറ്റേതെങ്കിലും സംഘടനകളായിരുന്നെങ്കിൽ ഈ അതിജീവനം സാധ്യമാകുമായിരുന്നോ എന്നത് സംശയമാണ്. നിസ്കരിക്കാൻ പള്ളികളും തൊപ്പിധരിക്കാൻ തലകളും കാണില്ലെന്ന പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തിയ RSSന് കണ്ണടച്ചു തുറക്കാൻ സമയം കൊടുക്കാതെ അതേ സ്ഥലത്ത് അതേ നാണയത്തിൽ അവരെക്കാൾ ആളുകളെ പങ്കെടുപ്പിച്ച് പ്രതികരിക്കാൻ, തെരുവിലിറങ്ങാൻ SDPI കാണിച്ച ധൈര്യം കാണാതിരുന്നുകൂടാ. സംഘപരിവാരത്തിന്റെ പ്രകോപനത്തിനെതിരെ മറ്റു പല സംഘടനകളും പ്രതിഷേധിച്ചു എന്നത് ശരി തന്നെ. പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിരോധത്തിന് അപ്പോഴും പ്രസക്തി കൂടുതലാണ്. പ്രതിരോധം അപരാധമല്ല എന്ന മുദ്രാവാക്യം ആ പാർട്ടിയുടെ അണികളെ എത്ര കണ്ട് സ്വാധീനിച്ചു എന്ന് കാട്ടിത്തരുന്നുണ്ട് അവരുടെ ഓരോ ചുവടുകളും. കണ്ടുമടുത്ത മുഖങ്ങൾക്കും കേട്ടുമടുത്ത മുദ്രാവാക്യങ്ങൾക്കും പകരം പുതിയ നയങ്ങളും വിശ്വസിക്കാൻ കഴിയാവുന്ന നേതൃത്വത്തെയും അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് SDPIയുടെ ഈ മുന്നേറ്റത്തിന്റെ മറ്റൊരു കാരണം. അവസരത്തിനൊത്ത് ഉയരാനും നിലപാട് സ്വീകരിക്കാനുമുള്ള ആ പാർട്ടിയുടെ കഴിവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് CPMനെയും മഞ്ചേശ്വരത്ത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ലീഗിനെയും പിന്തുണച്ച രാഷ്ട്രീയ തന്ത്രം, RSSനെ വെള്ളപൂശിയ PC ജോർജിനെ കണ്ടം വഴിയോടിച്ച കാര്യശേഷി, കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് SDPIക്ക് നന്നായി അറിയാം. ഇപ്പോഴിതാ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ചാരിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ സംസ്ഥാനത്ത് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്ന SDPIയുടെ ലക്ഷ്യം സംഘ് പരിവാരത്തിനെതിരെ ദളിത് മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടായ്മ എന്നത് തന്നെയാണ്. കർണാടകയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന RSS ആക്രമണത്തിനെതിരെയും SDPI രംഗത്ത് വന്നിരുന്നു. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ അണിനിരത്തിയാണ് കർണാടകയിലും കേരളത്തിലും SDPIയുടെ പ്രതിരോധം. ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഉയർത്തി മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ നാട്ടിലാണ്
അവരുടെ കൺമുന്നിലാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിച്ചുള്ള SDPIയുടെ രാഷ്ട്രീയ നീക്കം. രാഷ്ട്രീയ ജിഹാദ് എന്ന് മുദ്രകുത്തി അടർത്തി മാറ്റാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ മുന്നേറ്റം പുതിയ ചരിത്രം എഴുതും. ഇങ്ങനെ വേണ്ടിടത്ത് വേണ്ട പോലെ തന്നെ പ്രായോഗിക രാഷ്ട്രീയം പ്രയോഗിക്കാനുള്ള കഴിവ്, നയം വേണ്ടിടത്ത് നയം, പ്രതിരോധം വേണ്ടിടത്ത് പ്രതിരോധം, പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധം, അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല. CPM, കോൺഗ്രസ്, ലീഗും എല്ലാം ഒരുപോലെ എന്ന ധ്വനി. അപ്പോഴും RSSനോടും സംഘപരിവാർ രാഷ്ട്രീയത്തോടും അവരെ പിന്തുണക്കുന്നവരോടും പരിപൂർണ അകലം. മുസ്ലിം സമുദായത്തിലെ തന്നെ വിവിധ വിഭാഗങ്ങളുടെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ, സംഘടനാ തർക്കങ്ങളിലും ഇടപെടാതെ അർത്ഥഗർഭമായ മൗനം. RSSനെ തുറന്ന് എതിർക്കുമ്പോൾ തന്നെ ഹിന്ദു സമുദായത്തെയും അവരുടെ വിശ്വാസങ്ങളെയും വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളിൽ സഹായിക്കാൻ വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ഒരു പാർട്ടിക്ക് വളരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? പലരും പറയുന്നത് പോലെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നതാണ് SDPIയുടെ നിലപാട് എങ്കിൽ ആ നിലപാടിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDPI ഒരു നിർണായക ശക്തി തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തീവ്രവാദം ഉൾപ്പെടെ ഏത് പട്ടം ചാർത്തിയാലും ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുക സാധ്യമായെന്ന് വരില്ല.